യോഹന്നാന്റെ സുവിശേഷം 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. 3 അതിപ്രധാന ചിന്തകൾ 1:1 നമുക്ക് കാണാൻ കഴിയുന്നു. യോഹന്നാൻ ഒരു ഗ്രേറ്റ് തിയോളജിയനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിലെല്ലാം തന്നെ ദൈവശാസ്ത്രത്തിൻ്റെ ആഴമുള്ള ചിന്തകൾ വാരി നിറച്ചിട്ടുണ്ട്. ഈ വാക്യത്തിൽ തന്നെ നോക്കൂ, ആദിയിൽ വചനമുണ്ടായിരുന്നു. അത് വചനത്തിൻ്റെ നിത്യത്വത്തെയാണ് കാണിക്കുക. വചനമുണ്ടായി എന്നല്ല, വചനമുണ്ടാക്കി എന്നുമല്ല, വചനമുണ്ടായിരുന്നു എന്ന് പറയുന്നത് വചനത്തിൻ്റെ നിത്യത്വമാണ് നമുക്ക് കാണാൻ കഴിയുക. തുടക്കമില്ലാത്ത, ഒടുക്കമില്ലാത്ത വചനം. ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒയാസിസ് മീഡിയയുടെ പ്രേക്ഷകരായ നിങ്ങൾ ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്, പ്രോത്സാഹനമാണ്, ശുശ്രൂഷയുടെ വലിയ ഉത്തേജനമാണ്. നിങ്ങളെല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പലയിടങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ സമയാസമയങ്ങളിൽ ഇത് കാണുന്നു. കർത്താവ് അനുവദിച്ചാൽ എന്തെങ്കിലും ഒരു പ്രേക്ഷക സംഗമം ഉണ്ടാക്കണമെന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടി മുഖാമുഖം ഒന്ന് കണ്ട് കർത്താവിനെ ആരാധിക്കാനും ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ നേരിട്ട് ഗ്രഹിക്കാനുമൊക്കെ അവസരം കർത്താവ് തരട്ടെ. നമ്മുടെ കർത്താവിനെ കൊണ്ട് കഴിയാത്ത ഒന്നും ഇല്ലല്ലോ. കർത്താവ് അത് സാധ്യമാക്കും. ഒയാസിസ് മീഡിയയ്ക്ക് വേണ്ടി നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട്. കാരണം ഇതിൻ്റെ മുന്നേറ്റം നിങ്ങളുടെ പ്രാർത്ഥനയുടെ പിൻബലത്തിലൂടെയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത് അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടാൽ അതിൻ്റെ ലക്ഷണങ്ങൾ എഫെസ്യ ലേഖനത്തിലൂടെ നമ്മൾ കാണുകയായിരുന്നു. ആ പ്രാർത്ഥനയുടെ ബാക്കി ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. 16ാമത് വാക്യമാണല്ലോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. നിങ്ങളുടെ ഓർമ്മയിൽ അതുണ്ട് എന്ന് കരുതുകയാണ്. ഇവിടെ അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടാൽ ഉണ്ടാകുന്ന കാര്യം ഈ പ്രാർത്ഥനയിൽ തന്നെ പൗലോസ് പറയുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കണം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണം. ക്രിസ്തുവാധിവാസം എന്നാണ് അതിന് നമുക്ക് പേര് കൊടുക്കാൻ പറ്റുക. ക്രിസ്തുവാധിവാസം, ക്രിസ്തു അകത്ത് വസിക്കുക, അതാണ് യഥാർത്ഥ ആത്മീയത. യഥാർത്ഥ ക്രൈസ്തവീകത എന്ന് പറയുന്നത് ക്രിസ്തു അകത്ത് വസിക്കുന്ന ഒരനുഭവമാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട് കർത്താവ് എന്നിൽ വസിക്കുന്നു? കർത്താവ് വസിക്കാനുള്ള മന്ദിരമാണ് ഞാൻ. സദാ കർത്താവ് എന്നിൽ, ഞായറാഴ്ച മാത്രമല്ല, ഉണർവ് യോഗങ്ങളിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല, സദാ കർത്താവ് എന്നിൽ വസിക്കുന്നു. അതിന് പാകമായൊരു ഭവസ്ഥിതിയാണ് എനിക്ക് എന്നിലുള്ളത് എന്ന ബോധ്യം എത്ര പേർക്കുണ്ട്? നമ്മൾ വസിക്കേണ്ട ചില അതിപ്രധാനമായ കാര്യങ്ങളുണ്ട്. പ്രാരംഭത്തിൽ ഞാനതൊന്ന് ഓർമ്മപ്പെടുത്താം. ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. അത് എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 17ാമത് വാക്യത്തിലാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 27ാമത് വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, 28ാമത് വാക്യം, 1 യോഹന്നാൻ 2:28 വായിക്കുന്നത് നാം ക്രിസ്തുവിൽ വസിക്കണം എന്നും കൂടെയുണ്ട്. ഓക്കെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന്, നമ്മുടെ ധൈര്യം ക്ഷയിച്ചു പോകാതിരിക്കേണ്ടതിന് നാം അവനിൽ വസിക്കണം എന്നവിടെ പറയുന്നുണ്ട്. 2:28ാമത് വാക്യം. അപ്പോൾ ഇവിടെ ക്രിസ്തു നമ്മിൽ വസിക്കണമെന്നും യോഹന്നാൻ നാം ക്രിസ്തുവിൽ വസിക്കണമെന്നും, ഇത് രണ്ടും കൂടെ ഒരുപക്ഷെ സമന്വയിപ്പിച്ചുകൊണ്ടായിരിക്കാം അനുഗ്രഹീതനായി മധുരഗായകൻ എം ഇ ചെറിയാച്ചൻ സാറ് നമ്മളെ കൊണ്ട് പാടിച്ചത് ഞാനിനി അവനിലും അവനിനി എന്നിലും എന്നുള്ള ആ ഗാനത്തിൻ്റെ ആ വരി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്രയോഗമാണ്. ഞാൻ അവനിലും അവൻ എന്നിലും. ഈ ആത്മലയന ബന്ധമാണ് യഥാർത്ഥ ക്രൈസ്തവീകത എന്നൊക്കെ പറയുന്നത്. അതിലേക്ക് വരാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതാകാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഇനിയും നമ്മിൽ വസിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് കൂടെ ഞാൻ പറയാം. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം അതിൻ്റെ 31-32 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവവചനം നമ്മിൽ അധിവാസം ചെയ്യണമെന്നൊരു പ്രയോഗമുണ്ട്. ഞാനെൻ്റെ വചനം നിങ്ങളിൽ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആക്കും എന്ന് പറയുന്നുണ്ട്. വചനം നമ്മിൽ അധിവസിക്കേണ്ടതായിട്ടുണ്ട്. വചനം നമ്മിൽ അധിവസിക്കണമെന്നുള്ളത് യിരെമ്യാ പ്രവാചകന് മാത്രമുള്ള ഒരു പഴയ നിയമ ദർശനമല്ല. പുതിയ നിയമത്തിൽ യേശു അത് നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. എൻ്റെ വചനം നിങ്ങളിൽ വസിക്കണം, നിങ്ങൾ എന്നിൽ വസിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 7-ാമത് വാക്യം. എൻ്റെ വചനം നിങ്ങളിൽ വസിക്കണമെന്നാണ്. വചനം കാണാതെ പഠിക്കണമെന്നല്ല, വചനം വസിക്കണമെന്നാണ്. വചനാധിവാസം എന്നതിന് നമുക്ക് പേര് കൊടുക്കാം. വചനാധിവാസം, ആദ്യം ഞാൻ പറഞ്ഞത് ക്രിസ്തുവാധിവാസമാണ്. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വാസം ചെയ്യുക. ഇവിടെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുക. വചനം വസിക്കുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വചനത്തിന് വ്യക്തിത്വമുള്ളത് കൊണ്ടല്ലേ വസിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1:1 വാക്യത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. 3 അതിപ്രധാന ചിന്തകൾ 1:1 നമുക്ക് കാണാൻ കഴിയുന്നു. യോഹന്നാൻ ഒരു ഗ്രേറ്റ് തിയോളജിയനാണ്.
അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിലെല്ലാം തന്നെ ദൈവശാസ്ത്രത്തിൻ്റെ ആഴമുള്ള ചിന്തകൾ വാരി നിറച്ചിട്ടുണ്ട്. ഈ വാക്യത്തിൽ തന്നെ നോക്കൂ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അത് വചനത്തിൻ്റെ നിത്യത്വത്തെയാണ് കാണിക്കുക. വചനം ഉണ്ടായി എന്നല്ല, വചനം ഉണ്ടാക്കി എന്നുമല്ല. വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് വചനത്തിൻ്റെ നിത്യത്വമാണ് നമുക്ക് കാണാൻ കഴിയുക. തുടക്കമില്ലാത്ത, ഒടുക്കമില്ലാത്ത വചനം. അപ്പോൾ വചനത്തിൻ്റെ നിത്യത്വം. അടുത്തത്, ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ദൈവം എടുത്തിരിക്കുകയായിരുന്നു എന്നല്ല, ദൈവം വഹിച്ചിരിക്കുകയായിരുന്നു എന്നല്ല, ദൈവത്തോട് കൂടെയായിരുന്നു. അത് വചനത്തിൻ്റെ വ്യക്തിത്വമാണ് കാണിക്കുക. അപ്പോൾ നിത്യത്വമുള്ള വചനം, വ്യക്തിത്വമുള്ള വചനം. അടുത്ത പ്രയോഗം എന്താണ്? 1-ാം വാക്യത്തിലെ അടുത്ത പ്രയോഗം എന്താ? ആ വചനം ദൈവമായിരുന്നു. അത് വചനത്തിൻ്റെ ദൈവത്വമാണ്. അപ്പോൾ പ്രിയരെ, ഭയത്തോടെ നമ്മളിതിനെ പഠിക്കണം. നമ്മൾ ഈ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്ന വചനമുണ്ടല്ലോ, സത്യത്തിൽ അത് നിത്യത്വമുള്ള, വ്യക്തിത്വമുള്ള, ദൈവത്വമുള്ള ഈ 3 ക്വാളിറ്റി ഒരുമിച്ച്, ദൈവദത്തമായ ഗുണസവിശേഷതകൾ 3 ഒരുമിച്ച് സമ്മേളിപ്പിക്കപ്പെട്ടിട്ടുള്ള അതുല്യമായ ഒന്നാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്. ആ വചനം നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യണം. അപ്പോൾ വസിക്കണമെങ്കിൽ വ്യക്തിത്വം ഉണ്ടായേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ അല്പം ആഴത്തിലും ചിന്തിച്ചു നോക്കി. നമ്മുടെ കണ്ണിൽ ഈ വചനം വസിക്കണം, നമ്മുടെ നാവിൽ ഈ വചനം വസിക്കണം, നമ്മുടെ ഇന്ദ്രിയ വ്യവസ്ഥിതികൾ, നമ്മുടെ മനസ്സിൽ, മനസ്സാക്ഷിയിൽ ഈ വചനം വസിക്കണ്ടേ? അങ്ങനെ വസിക്കുകയാണെങ്കിൽ വസിക്കുന്ന വചനത്തിന് വിരുദ്ധമായത് കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് പറ്റുമോ? നാവിൽ വചനം വസിക്കുന്നുണ്ടെങ്കിൽ ആ വചനത്തിന് വിരുദ്ധമായത് നാവ് കൊണ്ട് പറയാൻ പറ്റുമോ നമുക്ക്? ആ വചനത്തിന് വിരുദ്ധമായത് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ ചിന്താമണ്ഡലത്തിൽ വചനം വസിച്ചിരുന്നാൽ, നമ്മുടെ കൈവിരലുകളിൽ വചനം വസിച്ചാൽ ആ വചനത്തിന് വിരുദ്ധമായി തൊടാനും പിടിക്കാനും എടുക്കാനും എഴുതാനും ഡയൽ ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റുമോ? നമ്മുടെ കാലുകളിൽ വചനം വസിച്ചാൽ ദുർമാർഗത്തിൻ്റെ വഴിയിലേക്ക് നമുക്ക് പാത്തും പതുങ്ങിയും പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമ്മൾ ആപാദചൂഢം വചനത്തെ വസിപ്പിക്കുന്നവരായാൽ അതിനനുസൃതമായി നമുക്ക് ജീവിക്കാൻ പറ്റും. അതാണ് വചനാധിഷ്ഠിത ജീവിതം എന്ന് പറയുക. വചനാധിഷ്ഠിത ജീവിതം. ഓക്കെ, അപ്പോൾ വചനം നമ്മുടെ ഉള്ളിൽ വസിച്ചേ പറ്റും. അപ്പോൾ ക്രിസ്തു നമ്മിൽ വസിക്കണം, 1. 2, വചനം നമ്മിൽ വസിക്കണം. 3-മതൊരു ചിന്ത കൂടെ തരാം, ദൈവാത്മാവ് നമ്മിൽ വസിക്കണം. എഗസ്കേൽ പ്രവചനം 36:27 പറയുന്നത്, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. ഉള്ളിൽ വസിക്കണം ആത്മാവ്. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ. ആ ഉള്ളിലാക്കുന്ന, അതിനാണ് ആത്മാധിവാസം എന്ന് പറയുന്നത്. ആത്മാധിവാസം. 2 തിമോത്തിയോസ് ലേഖനം 1:14 വാക്യം നോക്കൂ. 2 തിമോത്തിയോസ് 1:14 നമ്മൾ കാണുന്നത് എന്താണ്? നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ്. എത്ര സവിശേഷമായൊരു പ്രയോഗമാണ് പൗലോസ് പറയുന്നത്. നമ്മിൽ അധിവസിക്കുന്ന, നമ്മുടെ മേൽ അല്ല, നമ്മിൽ അധിവസിക്കുന്ന. ദാവീദിൻ്റെ മേലായിരുന്നു ഇത്, ശിംശോൻ്റെ മേലായിരുന്നു, പ്രവാചകന്മാരുടെ മേൽ ആയിരുന്നു ഇത്, ശൗലിൻ്റെ മേൽ ആയിരുന്നു. ഓക്കെ, പക്ഷേ പുതിയ നിയമ വിശ്വാസിയോട് പറയുന്നത് നമ്മിൽ അധിവസിക്കുന്ന. അത് എഗസ്കേൽ 36:27 വാക്യത്തിൻ്റെ പ്രാവചനിക നിവർത്തിയാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ അധിവസിക്കുന്നു എന്ന് പറയുന്നത്. കാത്തിരുന്ന 120 പേരുടെ മേൽ ആത്മാവ് വന്നു, അത് അവരിൽ നിറഞ്ഞു എന്ന് നാം വായിക്കുന്നു. അപ്പം മേൽ വന്നത് അവരിൽ നിറഞ്ഞു, എന്നിട്ടത് ആ വീട് മുഴുവനും നിറച്ചു എന്ന് വായിക്കുന്നുണ്ട്. 1 യോഹന്നാൻ ലേഖനം 2-ാം അധ്യായം 27-ാമത് വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു എന്നാണ്. 2 കൊരിന്ത്യർ 4:7 നമ്മൾ വായിക്കുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഇത് ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു എന്ന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പുതിയ നിയമത്തിൻ്റെ എല്ലാ മേഖലകളിലും ആത്മശക്തി നമ്മുടെ അകത്താണ് തന്നിരിക്കുന്നത്. നമ്മിൽ അധിവാസം ചെയ്യണം. അപ്പോൾ ക്രിസ്തുവാധിവാസം, വചനാധിവാസം, ആത്മാധിവാസം, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് ക്രൈസ്തവീകത ധന്യമായി മാറുന്നത്. വേദോസം കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അന്യഭാഷ വായിക്കാത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. താളമുള്ളൊരു പാട്ട് പാട് പിള്ളേരെ 400 അന്യഭാഷ ഞാൻ പറയട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ താല്പര്യപ്പെട്ടിരിക്കുന്നവരുണ്ട്. പാട്ട് പാടിയെങ്കിലേ, ഋതംപാട് ഉയർന്നെങ്കിലേ, തമ്പേർ തല്ലിയെങ്കിലേ അന്യഭാഷ വരികയുള്ളൂ. പക്ഷേ അകത്ത് ആത്മശക്തി ഉള്ളവന് ഈ താളമേള ബഹളാത്മകതയൊന്നും വേണ്ട. അതല്ലാതെ തന്നെ ധ്യാനത്തിങ്കൽ തീ കത്തും, ആത്മാവിൽ ദൈവത്തെ ആരാധിപ്പാനിടയാവും. മാത്രമല്ല, ഈ പറയപ്പെട്ട 3 അധിവാസങ്ങളും നമ്മുടെ അകത്ത് അങ്ങുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്തീയതയ്ക്ക് എന്ന ചാരുതയാണെന്നറിയാമോ? വേറൊരു സാധനം കൂടെ ഉണ്ട്. അതാണ് റോമാലേഖനം 5:5. ആത്മാവിനാൽ പകർന്നിരിക്കുന്ന ദൈവസ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. അപ്പോൾ അകത്ത് സ്നേഹ
പകരണം. സ്നേഹാധിവാസം, സ്നേഹമകത്തങ്ങ് വ്യാപരിക്കണം. അങ്ങനെ വരുമ്പോൾ വിഭാഗികതകളില്ലാതെ സ്നേഹിക്കാൻ പറ്റും. കറുപ്പും വെളുപ്പും, ഉയർന്നവൻ താണവൻ, ആദിവാസി അവസാനവാസി, അമേരിക്കക്കാരൻ ആഫ്രിക്കക്കാരൻ, ഇന്ത്യക്കാരൻ ഇന്തോനേഷ്യക്കാരനെന്നൊന്നും നമുക്ക് വ്യത്യാസമില്ലാതെ ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട സകല മനുഷ്യനെയും, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട സകല മനുഷ്യനെയും, ക്രിസ്തുവിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട മുഴുവൻ ആളുകളെയും, ഇനിയും അങ്ങനെ ഒരു ഭാഗ്യത്തിലേക്ക് വരാതെ തന്നെ വിശ്വാസത്തിന് വെളിയിൽ, സഭയ്ക്ക് വെളിയിലായിരിക്കുന്ന വ്യക്തിയെയും അവനും ഇതിലേക്ക് വരേണ്ടവനാണെന്നുള്ള ബോധത്തോടുകൂടെ അവനെയും കൂടെ ഉൾക്കൊണ്ട് സ്നേഹിപ്പാൻ നമുക്ക് കഴിയും. അതിന് വചനം അകത്ത് വസിച്ചെങ്കിലേ സ്നേഹം അകത്ത് വസിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വേറൊരെണ്ണം കൂടെ തരട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മളെ അകത്ത് വസിക്കണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത് വാക്യം. ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യും. സമാധാനം ഇല്ല പാസ്റ്ററേ, പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് നടക്കുന്ന കണ്ടിട്ടില്ലേ? സമാധാനം ഇല്ല. രക്ഷിക്കപ്പെട്ട് എത്ര കാലമായി? സ്നാനപ്പെട്ടിട്ട് എത്ര കാലമായി? അന്യഭാഷ പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇപ്പോഴും പരാതി, സമാധാനം ഇല്ലെന്നാണ്. എവിടെ പോയി? ആര് കൊണ്ടുപോയി? കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. നിങ്ങളിൽ നിന്ന് ആർക്കും അത് എടുത്തു കളയാൻ പറ്റില്ല. ജീവിതത്തിൽ കഷ്ടതയോ സങ്കടമോ എന്തു വന്നാലും കർത്താവ് തന്ന സമാധാനത്തെ അപകരിക്കാൻ കരുത്തുള്ളൊരു ശക്തി ഉലകത്തിലില്ല. അപ്പോൾ പിന്നെ എന്താ ഈ സമാധാനം ഇല്ലെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? ഈ കിട്ടിയ സമാധാനം അകത്ത് വന്നിട്ടില്ല. അകത്ത് വാഴണം, ഹൃദയത്തിൽ ഇത് അധിവാസം ചെയ്യണം. അപ്പോൾ ഈ പറയപ്പെട്ടതെല്ലാം അകത്ത് വേണ്ടുന്നത് പോലെ വരാൻ പറ്റിയാൽ നമ്മുടെ ആത്മീയത വേറൊന്നായി മാറും. അപ്പം ക്രിസ്തുവാദിവാസവുമായി ബന്ധപ്പെട്ട് ചിലതുകൂടെ ഞാൻ കൂട്ടിച്ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് സ്നേഹത്തിൻ്റെ നീളം, വീതി, ഉയരം, ആഴം, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തിൻ്റെ അളവുകൾ. സ്നേഹത്തിന് നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട്, ആഴമുണ്ട്. അതെന്താണ് എന്നുള്ളതിനെ വിശദീകരിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ നാം അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പറയപ്പെട്ടതായിരിക്കുന്ന എല്ലാ ആത്മീയ സംഗതികളും അകത്ത് അധിവസിപ്പിച്ചുകൊണ്ട് ആക്ഷേപരഹിതമായി, നിരപവാദ്യമായ, മാതൃകാപരമായ, എല്ലാവർക്കും റോൾ മോഡലായി തീരാൻ കഴിയുന്ന ഒരാത്മീക ജീവിതത്തിനുടമയായി താങ്കൾ പരിണമിക്കട്ടെ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ഗാഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.